അക്ഷരലോകത്ത് അറിവ് പകർന്ന് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ 18 വർഷം പിന്നിടുന്നു. LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നീ ക്ലാസുകളോടെ തുടങ്ങിയ സ്കൂളിൽ ഇതിനകം 7ാം സ്റ്റാൻഡ് വരെയുള്ള ക്ലാസുകളുണ്ട്. യൂണിറ്റി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണ് വിദ്യാലയം പ്രവർത്തിക്കുന്നത്. ചെയർമാൻ അബ്ദുൾ സത്താറിന്റെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനമാണ് നടന്നുവരുന്നത്. പഠനത്തിനു പുറമെ യോഗ, കരാട്ടെ, ഡാൻസ്, പാട്ട് എന്നിവയും ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, സ്മാർട്ട് ക്ലാസ് എന്നീ സൗകര്യങ്ങൾ വിദ്യാലയത്തിൽ ലഭ്യമാണ്. എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വാഹന സൗകര്യം സ്കൂളിലേക്കായി ഒരുക്കിയിട്ടുണ്ട്. യോഗ്യത നേടിയവരും പരിചയസമ്പന്നരുമായ അധ്യാപകരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നത് പ്രത്യേകതയാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും കൗൺസിലിംഗ് ക്ലാസുകളും വിദ്യാലയത്തിൽ നടത്തിവരുന്നു. ഒലിവ് ഇന്റർനാഷണൽ അൽബീർ എന്ന വിദ്യാലയം കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചു. ഇസ്ലാമിക മതപഠനത്തിന് മുൻതൂക്കം നൽകിയുള്ള സ്കൂളാണിത്. അക്ഷരലോകത്ത് തല ഉയർത്തി നിൽക്കുന്ന സ്കൂൾ കൂടിയാണ് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമബംഗാളിലെ ജൽപായ്ഗുഡിയിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർ മരിച്ചതായി റിപ്പോർട്ട്. 25ഓളം പേർക്ക് പരുക്കുണ്ട്. തിങ്കളാഴ്ച രാവിലെ 9:30 ചരക്ക് തീവണ്ടിയും കാഞ്ചൻജംഗ എക്സ്പ്രസും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ത്രിപുരയിലെ അഗർത്തലയിൽ നിന്ന് പശ്ചിമബംഗാളിലെ സെൽഡയിലേക്ക് സർവീസ് നടത്തുന്ന 13-174 കാഞ്ചൻജംഗ എക്സ്പ്രസിലേക്ക് ചരക്കു തീവണ്ടി ഇടിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചരക്കു തീവണ്ടി സിഗ്നൽ മറികടന്ന് പാസഞ്ചർ ട്രെയിനിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ന്യൂ ജൽപായ്ഗുഡി സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിച്ച എക്സ്പ്രസ് സിലിഗുരിക്ക് സമീപം രംഗപാണി സ്റ്റേഷനടുത്തു വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ പാസഞ്ചർ ട്രെയിനിന്റെ 3 കോച്ചുകൾ പാളം തെറ്റി. രക്ഷാപ്രവർത്തനത്തിനായി ദുരന്ത നിവാരണ സേന, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചു. പരുക്കേറ്റവർക്ക് ഉടൻ ചികിത്സ ലഭ്യമാക്കുന്നതിനായി ഡോക്ടർമാരുടെ സംഘവും സജ്ജമാണ്. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി